ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ വെൽക്കം ടു ആബിൻസ് ഒപ്പീനിയൻ. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെട്രോ എന്ന സിനിമയെ പറ്റിയാണ്. ഞാൻ ഈ സിനിമ തേഴ്സ്ഡേ പോയി കണ്ടതാണ്, പക്ഷേ ഇന്നലെ പോയി തണ്ടർ ബോൾസും കണ്ടു. അപ്പോൾ ഇന്നലെ എഴുതാൻ സമയം കിട്ടിയില്ല, അപ്പോൾ ഇന്നിടുവാണ്. ആൻഡ് ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഒരു കംബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ, സൂര്യക്ക് ഒരു കംബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ, കങ്കുവെക്കാട്ടിലും 10,000 ടൈംസ് ബെറ്ററാണ് ഈ സിനിമ. ദാറ്റ് ഐ ക്യാൻ അഷ്യൂർ യു. ഈ സിനിമ നിങ്ങളിപ്പോൾ കങ്കു ഒക്കെ കണ്ട ഈ സിനിമ കാണുവാണെങ്കിൽ നിങ്ങൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആകും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. ബിക്കോസ് ഫോർ സം റീസൺ ഐ ഗോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മൂവി. ആൻഡ് ഇതിന് പ്രശ്നങ്ങളില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ബിക്കോസ് ഇതിന് ചെറിയ സ്ഥലത്തൊക്കെ പ്രശ്നമുണ്ട്. സ്ക്രീൻ റേറ്റിങ്ങിൽ ചില പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ്സിലേക്ക് വരുവാണെങ്കിൽ, ഒന്നാമത്തെ പോസിറ്റീവ്, സൂര്യ എന്ന ആക്ടർ വാസ് കിടിലം ഇൻ ദിസ് മൂവി. ഹിസ് ലുക്ക്, എവറിത്തിങ്. ആൻഡ് ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു ഫസ്റ്റ് ഹാഫിൽ 70 മിനിറ്റ്സ് സിംഗിൾ ഷോട്ട് ഉണ്ട് മോനെ. അത് മതി സത്യമേ. എനിക്ക് ആ ഒരു സംഭവത്തിന് വേണ്ടി തന്നെ തിയേറ്ററിൽ കാശ് കൊടുത്ത് മുതലായിരുന്നു തന്നെ ഞാൻ പറയും. ബിക്കോസ് അതുപോലത്തെ ഒരു ഷോട്ടും അതുപോലത്തെ ഒരു സീനും ഇറ്റ്സ് വെരി റെയർ ടു സീ. ഓക്കെ, അപ്പം അത് അതിനകത്ത് ആ ഒരു വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സും, പിന്നെ മറ്റേ ആ കണ്ണിമ എന്ന് പറയുന്ന പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ പാട്ടിൻ്റെ ഡാൻസും, പിന്നെ അതിലൂടെ ഡയലോഗും, പിന്നെ അതിൻ്റെ ആക്ഷനും, അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ് ടു എക്സിക്യൂട്ട് സച്ച് എ സീൻ. ആൻഡ് അതിന് കാർത്തിക് സുബരാജ് എന്ന ഡയറക്ടറുടെ ബ്രില്യൻസ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ആൻഡ് പുള്ളിയുടെ ഡയറക്ടർ ബ്രില്യൻസ്, പുള്ളി അത് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറക്ഷനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടം, കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടാത്തതാണ്, ഇതിനകത്തെ വില്ലൻ, മെയിൻ വില്ലനെ വരുന്ന പുള്ളി. ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, അതായത് ഒരു കൂൾ, ഭയങ്കര ചില്ലായിട്ടുള്ള എന്നാൽ ഒരു സൈക്കോ പ്രാന്തൻ. പിന്നെ ഇതിനകത്ത് കുറേ പുള്ളിയുടേതായിട്ടുള്ള പൊളിറ്റിക്സും കാര്യങ്ങളുണ്ട്. കാർത്തിക് സുബ്രാജിൻ്റെ ടൈപ്പായിട്ട് പൊളിറ്റിക്സും കാര്യങ്ങളുണ്ട്. ലൈക്ക് സ്ലേവറി പറ്റി പറയുന്നുണ്ട്, രാജഭരണം, ആ ഒരു ടൈം, അതായത് ഭാവിയിൽ മിക്കവാറും ഒരു ചർച്ചയായി വരാവുന്നൊരു സംഭവമാണ് അത്. ഈ സിനിമയെ പറ്റി എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി വരാൻ സാധ്യതയുണ്ട്. പിന്നെ ജോജു ചേട്ടൻ തകർത്തിട്ടുണ്ട് സിനിമയിൽ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ ആവുമ്പോൾ പുള്ളിക്കൊരു മറ്റേ താനോസിൻ്റെ ഇതുണ്ട്, ഗോൺലെറ്റ് ഉണ്ട്. ഒരു ഇൻഫിനിറ്റി സ്റ്റോണിൻ്റെ കുറവ് കൂടിയുള്ളൂ, ബാക്കിയെല്ലാം സെറ്റായിരുന്നു അതിനകത്ത്. ബാക്കി എല്ലാം കിടിലായിരുന്നു. ആ ഗോൾഡൻ കൈയും ഒക്കെ ആയിട്ട് കിടിലായിരുന്നു. ആൻഡ് ഇൻ്റർവെൽ ഭയങ്കര കിടിലായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസിനെ കുറിച്ച് എനിക്ക് പറയാനില്ല, നല്ല രസമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ആസ് വെൽ, അത് പാട്ടുകളും ആസ് വെൽ ആസ് BGM സൂപ്പറായിരുന്നു. നല്ല ഒരു രസം, ആ ഒരു കാലഘട്ടത്തിലെ കാണിച്ചേക്കുന്ന രീതിയിലുള്ളൊരു ടൈപ്പ് ഒരു മ്യൂസിക്കും കാര്യങ്ങളും നല്ല രസമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പ്ലേസ്മെൻ്റ്, ആ പാട്ടിൻ്റെ പ്ലേസ്മെൻ്റ് ആണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു. സിനിമാറ്റോഗ്രാഫർ വന്ന് ശ്രേയസ് കൃഷ്ണ എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി. ഞാൻ പറഞ്ഞില്ല, സിംഗിൾ ഷോട്ട് കാര്യം അത് തന്നെ മതി. പിന്നെ അതല്ലാണ്ട് അതിൻ്റെ കളറിങ്ങും പിന്നെ ഫ്രെയിംസ് ആണെങ്കിലും നല്ല രസമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ, ഇത് കാർത്തിക് സുബ്രാജിനെയാണ് എഴുതിയേക്കുന്നത്. സ്ക്രീൻ പ്ലേയിലേക്കും എഡിറ്റിങ്ങിലേക്കും വരുമ്പോൾ ചിലയിടത്തൊക്കെ നമുക്ക് പേസിങ്ങിൻ്റെ പ്രശ്നം വരും. ഓക്കെ, അതായത് ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ എടുത്ത് കളയാമായിരുന്നു. പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ലവ് സ്റ്റോറിയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് ആ ഒരു ലവ്, ആ ഒരു ഫീലിങ്ങിലേക്ക്, ആ ഒരു ഇമോഷനിലേക്ക് ഡെവലപ്പ് ആയെന്ന് ചോദിച്ചാൽ ഐ കാൺ സേ അങ്ങനെ ആയിട്ടുണ്ടെന്ന്. ബിക്കോസ് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാവില്ല, അതില്ല, ഒരു സോളില്ല, ഒന്നുമില്ല അതിനകത്ത്. അങ്ങനത്തെ ചെറിയ ചെറിയ ലവ് ട്രാക്കിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പൂജ ഹെഗ്ഡെ, ഐ ക്യാൻ ടെൽ യു, പുള്ളിക്കാരുടെ പഴയ കുറേ പടങ്ങൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പുള്ളിക്കാരി മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റി വരുന്നുണ്ട്. സോ ഇറ്റ് ഓൾ ആഡ്സ് അപ്പ് ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും കിടുവായിരുന്നു. എനിക്കും ജയറാമേട്ടന് ഈ സിനിമയ്ക്ക് ഇഷ്ടപ്പെട്ടു. കമ്പയർ ടു ഗെയിം ചേഞ്ചർ ആൻഡ് ഓൾ, ഇതിനകത്ത് കുറച്ചുകൂടി നല്ലൊരു അത് അങ്ങനത്തെ ഒരു റോളാണ്. അപ്പോൾ അങ്ങനത്തെ റോളിന് പുള്ളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ല. അപ്പോൾ അത് അങ്ങനെയാണ്. ആൻഡ് പിന്നെ ചോദിച്ചേട്ടനുണ്ട്. പിന്നെ ഈ വില്ലനായിട്ട് അഭിനയിച്ച വിധു എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. പുള്ളി ജിഗർദണ്ഡ XX ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടില്ല പുള്ളിനകത്ത്.
പക്ഷെ ഇതിനകത്ത് മച്ചാൻ കിഡിലായി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ നാസറുണ്ട് ഈ സിനിമയ്ക്കകത്ത്. സുജിത് ശങ്കറുണ്ട്. സുജിത് ശങ്കറിനെ നല്ല രസമായിരുന്നു ആ റോള്. അങ്ങനെ അങ്ങനെ പ്രകാശ് രാജുണ്ട്. കുറേ പേരുണ്ട് ഈ സിനിമയ്ക്കകത്ത്. നല്ല കാസ്റ്റിംഗ്, നല്ല ടെക്നിക്കൽ ക്രൂ. ടെക്നിക്കൽ സൈഡ് വാസ് ബ്രില്യൻറ്റ് ആക്ച്വലി, ഐ മസ്റ്റ് ടെൽ. അത് കാർത്തിക് സുബ്രാജിൻ്റെ സ്റ്റൈലാണ്, അറിയാലോ. പുള്ളിയുടെ പടങ്ങളുടെ ഒരു ടെക്നിക്കൽ പരിപാടി വരുമ്പോൾ വാസ് ബ്രില്യൻ. ആൻഡ് ഫൈനൽ ഇതൊരു കംബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഇതൊരു കംബാക്ക് ആണ്. ഇപ്പോൾ കമ്പയർ ടു, കാരണം പുള്ളിയുടെ കുറേ പടങ്ങൾ കൺസിസ്റ്റൻ്റായ ഒരു ഒട്ടും വിജയിക്കാണ്ടെയും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ടൈമിൽ ഈ സിനിമ വരുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ അങ്ങനെയാണ്, അതാണ് എനിക്ക് റെട്രോയെ പറ്റി തോന്നിയത്. ഒരു അബോവ് ആവറേജ്, ഭയാനകവും ഭയങ്കരം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഒരു എന്താ പറയുക, ഒരു അബവ് ആവറേജ് നല്ലൊരു വൺ ടൈം വാച്ചബിൾ സിനിമയാണിത്. അത്രയേ ഉള്ളൂ എനിക്ക് റെട്രോയെ പറ്റി തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ വന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ഗൈസ്. ലൈക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ, കാരണം നമുക്ക് 100-ലേക്ക് അടുക്കുകയാണ്. 81 ആയി. ഇനിയും കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സുള്ള. എനിക്ക് 100-ലേക്ക് അടുത്താൽ എനിക്ക് ഡയമണ്ടും ഗോൾഡും ഒന്നും വേണ്ട. 100 എന്ന് പറയുന്ന അക്കം കണ്ടാൽ മതി, എനിക്ക് സന്തോഷമായിരിക്കും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ, ആൻഡ് ഇഫ് യു ഹാവ് സബ്സ്ക്രൈബ്, ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.